കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരതല്ലോ എന്ന് പറഞ്ഞു എന്നാണ്. പ്രിയ ദൈവമക്കളെ, ഒരിക്കൽ യേശു ശിഷ്യന്മാരുമായി ഇരുന്നപ്പോൾ ചില അമ്മമാർ തൻ്റെ മക്കളെ യേശുവിൻ്റെ അടുക്കലേക്ക് തൊടുവാൻ കരുതി കൊണ്ടുവന്നപ്പോൾ അത് ശിഷ്യന്മാർ ആ അമ്മമാരെ തടഞ്ഞു. അപ്പോൾ യേശു പറയുന്ന വാക്കാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ബലഹീനരെയും സാധുക്കളെയും എപ്പോഴും ദൈവം സ്നേഹിച്ചിരുന്നു. ശിശുക്കളെ സ്നേഹിപ്പാൻ യേശു സമയം കണ്ടെത്തിയിരുന്നതായിട്ട് നാം കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയാണ്, ശിഷ്യന്മാരോട് പറയാണ്, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെ അല്ലയോ എന്ന്. പ്രിയ ദൈവവേദലെ, അവരെ ചേർത്തണച്ച് യേശുക്രിസ്തു അനുഗ്രഹിച്ചതായിട്ട് പറയുന്നു. അല്ലാതെ അവർക്ക് സ്നാനം കൊടുത്തതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. ഇതിൽ നിന്ന്, ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരിക്കലും ഇവിടെ ശിശു സ്നാനത്തെക്കുറിച്ച് ദൈവം പറയുന്നില്ല. ശിശുക്കളെ ചേർത്തണച്ചു അനുഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, സ്നാനപ്പെടുത്തിയതായി ഇല്ല. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ശിശുക്കൾക്ക് സ്നാനം നൽകിയില്ല എന്നുണ്ടെങ്കിൽ അവർ നരകത്തിൽ പോകും എന്ന് ഒരിക്കലും ആരും വിചാരിക്കേണ്ട. കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവിടെ പറയുകയാണ്, അവരെ തടുക്കരുത്, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുവാൻ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവരുടേത് അല്ലയോ എന്ന് പറയുന്നു. അപ്പോൾ ഒരു പാപവും അറിയാത്ത ശിശുക്കൾക്ക് കർത്താവ് സ്വർഗരാജ്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വാഗ്ദത്തം ചെയ്ത ദൈവം ഒരിക്കലും വാക്കുമാറുകയില്ല, അത് പാലിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ നല്ലൊരു ജ്ഞാനം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, എപ്പോഴും ശിശുക്കളെ തൻ്റെ അടുക്കൽ ചേർത്ത് മാർബോടണച്ച് കയ്യിലെടുത്ത് അനുഗ്രഹിച്ച എൻ്റെ ദൈവമേ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കൊച്ചുമക്കളെയും ദൈവമേ എല്ലാവരെയും കർത്താവെ, നീ ഈ ദിവസം കർത്താവെ നിൻ്റെ കരങ്ങൾ തരുന്നു. അങ്ങ് തന്നെ ചേർത്തണച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തർക്കും കർത്താവെ പാപമോചനത്തിനുള്ള സ്നാനം നീ കൊടുത്തിരിക്കുമ്പോൾ കർത്താവെ, അത് തക്ക സമയത്ത് എടുപ്പാനും കർത്താവെ നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാനും ഓരോരുത്തരും കൃപ നൽകണമേ. ഈ നശിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൽ പാപം ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവ് നശിച്ചു പോകാതിരിപ്പാൻ നിൻ്റെ രക്തം കൊണ്ട് ഓരോ കുഞ്ഞുങ്ങളെയും മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. ദൈവമേ, ഈ ഭൂമിയിൽ ഈ നിമിഷം മുതൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും എല്ലാ മേഖലകളിലും കർത്താവിന് പരിശുദ്ധമെന്ന് എഴുതി കർത്താവെ, ആ ഒരു വിശുദ്ധിയിലേക്ക് നിൻ്റെ മക്കൾ ജീവിച്ച് വളർന്നു വരുവാൻ ദൈവം കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയകളെയും ലോകത്തെയും പാപത്തെയും ജഡത്തെയും ജയിച്ച് പിശാചിനെയും ജയിച്ച് നിൻ്റെ രാജ്യത്തിൽ വരുവാൻ ഓരോ കുഞ്ഞുങ്ങൾക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.